ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കുന്ന സൂപ്പർ ബൊഗൈൻവില്ലയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ കണ്ടോ, കൊല കുത്തി പൂക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇതിൽ കണ്ടില്ലേ, നോക്കിയേ, ഒരു ഇല പോലുമില്ല, ഫുള്ള് സ്റ്റെമ്മിൽ പൂക്കളാണ്. ഇതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എൻ്റെ പ്ലാന്റ്സുകളെല്ലാം ഇപ്പോഴും ഇതുപോലെ നിറഞ്ഞ പൂക്കളാണേ. ഇനിയിപ്പോൾ കണ്ടോ, ഏപ്രിൽ 16 എന്നിട്ടും മഴയൊക്കെ ഒരുപാട് മഴ കൊണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളാണിത്. എന്നിട്ടും അതിലെ പൂക്കൾ കണ്ടോ. നമ്മുടെ ടെൻറ്റിലിരിക്കുന്ന ചെടിയിലും എല്ലാം ഇതുപോലെ തന്നെ പൂക്കളാണേ. ഇപ്പോൾ ഈ പൂക്കളുടെ ഒരു ഭംഗിയുണ്ടോ, ഗ്ലാബ്ര റെഡാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നത് നോക്കി, കട്ടയ്ക്ക് പൂക്കളാണ് കണ്ടോ. നോക്കി ഇതിൽ മുട്ടുകൾ നിറയുന്നുണ്ടോ, കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടോ, ഇതിലെല്ലാം നിറയെ പൂക്കളാണ്. പൂക്കൾ ഇതിലൊക്കെ മുട്ടുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, ഫുള്ള് പൂക്കൾ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 21 ജുവൽസ് പിങ്ക് കണ്ടില്ലേ, അതെല്ലാം നിറയെ പൂക്കളാണ്. മഴ സമയത്തും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണത്. അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, മഴ സമയത്തും പൂക്കൾ കിട്ടുന്ന. പർപ്പിൾ ക്യൂനുണ്ട്. നോക്കിയാൽ വൈറ്റ് കണ്ടോ, വൈറ്റ് പിങ്കിൻ്റെ അടുത്തിരുന്നാലും റെഡിൻ്റെ അടുത്തിരുന്നാലും ഒക്കെ നല്ല ഇടുപ്പുള്ളൊരു നല്ല ഇടുപ്പാണ്, നല്ല ഭംഗിയാണ്. നമ്മുടെ കുറേ ഉണ്ട്. വൈറ്റ്, സൺറൈസ് വൈറ്റ്, പൂനെ വൈറ്റ്, ഗ്രീൻ ആപ്പിള്, ശുഭ്ര, അങ്ങനെ കുറേ വൈറ്റ് പ്ലാന്റുകളുണ്ട്. അതും നിറയെ പൂക്കുന്ന വെറൈറ്റീസാണ്. ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ. നമ്മുടെ പർപ്പിൾ ക്യൂൻ കണ്ടോ, നമ്മൾ ഒത്തിരി ഹൈറ്റിലാണ് ആ പ്ലാന്റൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ഗാർഡനിലിരിക്കുന്ന ചെടികൾ കണ്ടോ, ടെൻറ്റിൽ, അതിലും എല്ലാം നിറയെ പൂക്കളാണേ. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ വാട്ടർമെലൺ കിസ്. നമ്മുടെ മിസ് വേൾഡ് കണ്ടോ, അത് ആദ്യത്തെ പൂക്കളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കുക. ഹവായ് വൈറ്റ്, ഇത് നമ്മുടെ പൂനെ ലാവണ്ടറാണ്. ഈ പൂക്കളുടെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. കുറേ ദിവസം ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, റൂബി റെഡാണ്. എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. ഇതൊക്കെ നമ്മുടെ ഈ സെയിലായിട്ടുണ്ട്. ഹവായ് വൈറ്റ് കണ്ടോ, നിറയെ പൂക്കുന്നതാണ് ഈ ഹവായ് വൈറ്റ്. കണ്ടില്ലേ, കയ്യേട്ട, അതും അതുപോലെ തന്നെ നിറയെ പൂക്കുന്നതാണ്. ഇത് നമ്മുടെ ടെൻറ്റിലിരിക്കുന്ന പ്ലാന്റ്സാണ്. ഇത് നമ്മുടെ ശുഭ്ര എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നോക്കി എന്തോരം ഭംഗിയാന്ന് നോക്കി, നിറയെ പൂക്കളാണ്. ഇവിടെ ചില്ലി റെഡ്, നമ്മുടെ ഇല കാണാതെ പൂക്കുന്ന ഹൈറോപ്പാല് കണ്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ് ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതിയേ. ഫ്ലെയിം റെഡ്, നമ്മുടെ ഈ 100 രൂപ മുതലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ. ഫുള്ള് പൂക്കളാണ്. ഇതുണ്ടോ നമ്മുടെ ട്രൈ കളർ കണ്ടില്ലേ, എന്ത് ഭംഗിയില്ല, അതിൻ്റെ പൂക്കളുടെ ഭംഗിയുണ്ടോ, സൂപ്പറാണ്. നിറയെ പൂവിടുന്നതാണേ കണ്ടോ. ഇപ്പം വീണ്ടും മുട്ടുകളൊക്കെ വന്ന് നിറയുന്നതുണ്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലാവുന്നതിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. ഇതുപോലെ പൂക്കളിടാനായിട്ട്, ഇല കാണാതെ പൂക്കളിടാൻ വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വെച്ചേക്കുക. 8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടും. ഇപ്പം നമുക്കറിയാം നല്ല ചൂടാണ്, ആ ചൂടത്ത് തന്നെ നമ്മുടെ ചെടി ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ചെടി മഴയൊക്കെ കൊള്ളുവാണെങ്കിലും നല്ല പൊട്ടി മിക്സ് ആണെങ്കിൽ പ്രശ്നമില്ല. ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റിക്കൊക്കെയാണ് ഈ ഫ്ലെയിം റെഡ്, അതുപോലെ ചില്ലിയൊക്കെ. അതൊക്കെയാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അല്ലാത്ത പ്ലാന്റൊക്കെ നല്ല പൊട്ടി മിക്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നോളൂ. അപ്പം പകലത്തെ ആ വെയിലെല്ലാം കൊള്ളുമ്പോൾ അതിന് നിറയെ പൂക്കളിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയേ. അതേ കണ്ടോ, ഇതുപോലെ കണ്ടോ, വീണ്ടും വീണ്ടും തണ്ടിലെല്ലാം ഫുള്ള് പൂക്കൾ നിറയുന്ന കണ്ടോ. ഇങ്ങനെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നതെന്നറിയാം,
പൊട്ടാസ്യം നമ്മൾ സ്പ്രേ ചെയ്യണം. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പൊട്ടാസ്യം നമ്മൾ ചെയ്താൽ മതി, സ്പ്രേ ചെയ്താൽ മതി. ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മറ്റു വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ പൊട്ടാസ്യം ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. അത് എത്രയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു 3 ഗ്രാമോ അല്ലെ 4 ഗ്രാം ആയാലും കുഴപ്പമില്ല, 1/2 സ്പൂൺ ആയാലും കുഴപ്പമില്ലേ. അപ്പോൾ ചുവട്ടിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ള കണക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു 1 സ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തിൽ. ഞാൻ സാധാരണ അത്രയും തന്നെയാണ് ഇതിൽ സ്പ്രേ ചെയ്യുന്നതും. പിന്നെ തുടക്കക്കാരൊക്കെ അതുപോലെ ചെയ്തിട്ട് ചെടി നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ ഫ്ലെയിം റെഡിൻ്റെ പൂക്കളുടെ ആ ഭംഗി കണ്ടോ നോക്കി, എന്തോരം ഭംഗിയാന്ന് നോക്കി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ കൊടുക്കുന്ന വേറെ വളങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ മാത്രം കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമേ. പിന്നെ മഴ കൊള്ളുമ്പോൾ നമ്മുടെ ആ പൂക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് തൂങ്ങി കിടക്കുമേ, വെള്ളം അതിൽ കയറിയിട്ട്. എന്നാലും പിറ്റേ ദിവസം വെയിൽ ആകുമ്പോഴത്തേക്ക് അത് നേരെയാവും. പിന്നെ കുറച്ചൊക്കെ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്നാലും നമ്മൾ വെള്ളം മഴയില്ലാതെ നമ്മൾ വെള്ളം കൊടുക്കേണ്ടി വരുമ്പം നമ്മൾ വെള്ളം കൊടുക്കുമ്പം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ് പൂക്കളിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക. അപ്പോൾ ആ പൂക്കളൊക്കെ നന്നായിട്ട് നിൽക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ വെള്ളം കൊടുക്കുന്നത് ചെടിയുടെ ചുവട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ചെറിയ അളവിൽ മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാവാൻ സാധ്യതയാണ്. അപ്പം കൂടുതൽ നമ്മൾ ചെടി ഒന്ന് വാടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൽ പൂക്കൾ നിറയുന്നത്. ഈ ചില്ലി യെല്ലോയൊക്കെ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലൊന്നും വില പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതിയേ. ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ വിലയിൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ് അവൈലബിൾ ആണെന്ന്. കണ്ടോ ചില്ലിയുടെ പിങ്കും ഉണ്ടോ, ചില്ലി പിങ്കും ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്, ചില്ലി ഐസ്ക്രീം ഉണ്ട്, നമ്മുടെ ഫോക്സ് ടെയിൽ കണ്ടോ നല്ല ഭംഗിയിൽ പൂക്കുന്നതാണേ. ഇതിൻ്റെ പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നാലാമത്തെ പോയിന്റ്, നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാതിരിക്കുക. പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ പൂക്കാനുള്ള പിന്നെ അതിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ NPK വളങ്ങൾ അതും ലിക്വിഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും. അപ്പം ലിക്വിഡായിട്ടാണ് ഞാൻ വളങ്ങൾ കൊടുക്കുന്നതെന്ന് ഞാൻ മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതുപോലെ കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഈ ചെടിയിൽ ഇതുപോലെ പൂക്കളുണ്ടാവുമേ. അതാണ് നാലാമത്തെ പോയിന്റ്. അടുത്ത് അഞ്ചാമത്തെ പോയിന്റ്, പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് നുള്ളി കൊടുക്കുക. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു പ്രൂണിങ് ആവും ചെടിക്ക്. അപ്പോൾ അടുത്ത പൂക്കൾ അതിൽ നിറയുമേ. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. ചെടിയിൽ പൂക്കൾ നിറയും. മഹാറാഡ റെഡ് ഇതെല്ലാം നമ്മുടെ സെയിലിനായിട്ടുണ്ടേ. ഫൈറോപ്പാല്, അതുപോലെ കിങ് ഓറഞ്ച്, പിങ്ക് ലേഡി, ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ ആ കളറുകൾ കണ്ടില്ലേ എന്തോരം ഭംഗിയാന്ന് നോക്കിയേ. ഫോർമോസയുടെ ലാവൻഡർ ഇതെല്ലാം ഉണ്ടേ. അതുപോലെ സിംഗപ്പൂർ പിങ്ക് കണ്ടോ, ഏറ്റയുടെ പ്ലാന്റ്, ഇതൊക്കെ സെയിലിനുള്ളതാണേ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുണ്ടോ വൈറ്റ് തെറ്റി കണ്ടോ, അതുപോലെ പിങ്ക്, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കേ, താങ്ക് യു.